ഇവിടെ ഒരു സെലിബ്രിറ്റിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നു. അവിടേക്ക് ഒത്തിരി റിച്ചായ ആളുകൾ വരുന്നു. അവിടേക്ക് കുക്ക് ചെയ്യുന്നതിനായി ഒരു ഫേമസ് ആയ ഷെഫ് വരുന്നു. അദ്ദേഹം വളരെ ടേസ്റ്റിയായ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്നു. അദ്ദേഹം ഒരു ഫുൾ ബീഫ് കുക്ക് ചെയ്ത് ആ സെലിബ്രിറ്റിക്ക് ആദ്യം ഒരു പീസ് കഴിക്കാൻ കൊടുക്കുന്നു. അതിന്റെ ടേസ്റ്റ് കണ്ട് അവർ അതിശയിക്കുന്നു. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ റിച്ചായ ആൾക്കാരും വളരെയധികം ആർത്തിയോടെ ആ ഫുഡ് കഴിക്കുന്നു. അദ്ദേഹം വ്യത്യസ്തമായ ഒരു മുഖഭാവത്തോടെ അത് ആസ്വദിച്ച് നിൽക്കുന്നു. ആക്ച്വലി ഇദ്ദേഹം ഇങ്ങനെ ഒരു ഷെഫായി മാറിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇദ്ദേഹം ഒരു കുട്ടിയായിരുന്നപ്പോൾ അമ്മ ഒരു റിച്ചായ ഫാമിലിയുടെ വീട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്നവർ കോസ്റ്റ്ലിയായ കാവിയർ എഗ്സ് കഴിക്കുന്നത് കണ്ട് ആ കുട്ടിക്കും അത് കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു. അങ്ങനെ കിച്ചണിൽ ആരുമില്ലാതിരുന്ന സമയം അത് എടുക്കുമ്പോൾ ആ വീട്ടിലെ കുട്ടി വരുന്നത് കണ്ട് പേടിച്ചത് തറയിലിടുന്നു. അത് പൊട്ടിയത് കണ്ട് ആ വീട്ടുകാർ അമ്മയെ വഴക്ക് പറയുന്നു. മാത്രമല്ല കുറച്ചു നാളത്തേക്ക് സാലറിയും കട്ട് ചെയ്യുമെന്ന് പറയുന്നു. സാലറി കട്ട് ചെയ്യാൻ മാത്രം കോസ്റ്റ്ലിയായ ആ ഫുഡിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ അവൻ ആഗ്രഹം കൂടുന്നു. അങ്ങനെ അമ്മയോടൊപ്പം ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതിന്റെ ടേസ്റ്റ് അവൻ ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല. അവൻ ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഷെഫായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്റെ ഫുഡിനായി റിച്ചായ ആൾക്കാർക്ക് ഒതുക്കുന്ന ഒരു ഷെഫായി അദ്ദേഹം മാറിയിരിക്കുന്നു.